കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ജനങ്ങളുടെ പങ്ക് കേരളീയർക്കെല്ലാം നന്നായിട്ട് അറിയുന്ന ഒന്നാണ്. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ വളർന്നു വന്നതിൻ്റെ പശ്ചാത്തലം ഈ ഒരു ഇടതുപക്ഷധാരയുടെ കരുത്തിൽ നിന്നാണ് എന്നെല്ലാവർക്കും അറിയാം. സാധാരണ ചരിത്രം പറയുമ്പോൾ 1957 ഗവൺമെൻറ്റിൻ്റെതാണ് നമ്മൾ പറയുന്ന തുടക്കം അല്ല. 1930കളുടെ ആദ്യ ഘട്ടം മുതൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരായിട്ട് പ്രവർത്തിച്ച ആദ്യപാദം മുതൽ അവർ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയ അതിൻ്റെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ പാദം വരെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർ നടത്തിയ പോരാട്ടം തുടങ്ങി. ഞാൻ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലം, തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം, അതിൻ്റെ തുടർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കാലം. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കേരളത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സത്പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യം ഈ കേരളത്തിൽ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ജാഥ മുന്നോട്ടേക്ക് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. എന്താണ് ആ പാരമ്പര്യമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി. അത് ലോകത്ത് കേരളം പോലെ ഇതുപോലുള്ളൊരു ജനത ഈ റേഷ്യോവിൽ ജീവിക്കുന്ന ഒരു നാട് ഭൂമുഖത്ത് വേറെ എവിടെയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇന്ത്യയിൽ എവിടെയില്ല എന്നല്ല, ലോകത്ത് എവിടെയില്ല. നമ്മൾ സാധാരണ പറയുന്ന ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗം മുസ്ലിമും ക്രിസ്ത്യാനിയും ചേർന്നാൽ ഏതാണ്ട് 48%. ബാക്കി വരുന്നൊരു 50-52% നമ്മളിപ്പോഴെല്ലാവരെയും ചേർത്ത് പറയുന്ന ഹിന്ദു. ഈ 3 വിഭാഗങ്ങളും ഈ റേഷ്യോയുടെ ഭാഗമായി ജീവിക്കുന്ന ഒരു ജനത കേരളത്തിൻ്റെ വെളിയിൽ ഇന്ത്യയിലില്ല, ഇന്ത്യക്ക് വെളിയിൽ ലോകത്ത് എവിടെയുമില്ല. 3 സാർവദേശീയ മതങ്ങൾ. ഈ 3 സാർവദേശീയ മതങ്ങളും സൗഹാർദ്ദത്തോടെ മുന്നോട്ടേക്ക് പോകാൻ നമ്മെ പ്രാപ്തമാക്കിയത് പരമ്പരാഗതമായിട്ടാണ് എന്നൊന്നും ആർക്കും പറയാനാവില്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, കണ്ണിൽപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും സഞ്ചരിക്കുമ്പോൾ ബ്രാഹ്മണനോ അതുപോലുള്ള സവർണരോ ആരെങ്കിലും വഴിയിലുണ്ടാവുമെന്ന് ധരിച്ച് പോയി എന്ന ശബ്ദം ഉണ്ടാക്കി വേണം ഈ മനുഷ്യൻ സഞ്ചരിക്കാൻ. പൊതുനിരത്തിലൂടെ പോവാനാവാത്ത, വഴിയിലൂടെ പോവാനാവാത്ത പാവപ്പെട്ട മനുഷ്യൻ്റെ കാലം. അടിമതുല്യമായ ജീവിതം നയിച്ച ആ കാലഘട്ടത്തെ പിന്നിട്ടുകൊണ്ടാണ് ഈ കേരളം ഇന്നത്തെ നവീന കേരളമായത്. വിവേകാനന്ദ സ്വാമികൾ കേരളത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണെന്നും. ഈ ഭ്രാന്താലയത്തെ, അല്ലെങ്കിൽ അന്നത്തെ ഭ്രാന്താലയത്തെ, മാനവിക ലോകത്തിൻ്റെ മുമ്പിലെ ഏറ്റവും പ്രമുഖ നാടായി നമ്മൾ എങ്ങനെയാണ് മാറ്റിയത്? കേരളം എങ്ങനെയാണ് മാറിയത്? ഈ സത്പാരമ്പര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവികതയുടെ ഭാഗമായി നമുക്കറിയാം, വൈവിധ്യങ്ങളുടെ യോജിപ്പാണ് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ മുഖമുദ്ര. എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് പോയ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഇവിടെ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും പാർസിയായാലും സിഖായാലും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ കരുതി മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഈ മാനവികത ഉയർത്തിപ്പിടിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം, പ്രദേശം കേരളമാണ്.
ആ കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തിയായി നടന്നു വരുന്നു. BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടെ പണക്കൊഴുപ്പ് കൂടി ചേർത്തിട്ട്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. തെളിനീരൊഴുകുന്ന നദികളുടെ നാടാണ് കേരളം. 44 നദികൾ. കേരളീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ ചേർന്നതാണ്. നമ്മുടെ ഭൂതലം, ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത, മലയോരം, ഇടനാഴി, അതുപോലെ തന്നെ കടലോരം എല്ലാം ചേർന്നിയാണ്. ഇവിടെ ഈ മനുഷ്യൻ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മതനിരപേക്ഷ ഉള്ളടക്കം അതിൻ്റെ ഭാഗമായിട്ട് തെളിനീര് പോലെ ഒഴുകുന്ന ഈ കേരളത്തിൻ്റെ പ്രത്യേകത, അതിലാണ് വിഷം കലർത്തുന്നത്. RSS ആണ്, BJP ആണ്, സംഘപരിവാർ വിഭാഗമാണ് ഈ വിഷം കലർക്കുന്നതിൻ്റെ മുമ്പന്തിയിൽ. ഒപ്പം ജമായത്തെ ഇസ്ലാമിയും ഉണ്ട്, വർഗീയവാദികൾ, ന്യൂനപക്ഷ വർഗീയവാദികൾ. അതിൻ്റെ ഒപ്പം ചേരാനാണ് ഇവിടെ ലീഗിൻ്റെ ചില നേതാക്കന്മാരുൾപ്പെടെ മതമാണ് പ്രധാനം എന്ന് പറയുന്നു. അവരുടെ മുദ്രാവാക്യത്തിലേക്ക് അത് ചെയ്യുന്നത് മതത്തോടുള്ള കൂറുകൊണ്ടല്ല, വർഗീയതയാണ്. അതുപോലെ തന്നെ കാസ, ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കാസ, RSSൻ്റെ തനിപ്പകർപ്പ്. ഈ 2-3 കാര്യങ്ങൾ ചേർത്ത് കേരളത്തെ മലീമസമാക്കാനാണ്, നമ്മുടെ ഐക്യം തകർക്കാനാണ്, കേരളത്തെ ഇല്ലാതാക്കാനാണ്. നമ്മുടെ ഐക്യം തകർക്കാനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമാവാതെ കൊണ്ടാണ് ഞാൻ അവസാനത്തെ വാചകം പറഞ്ഞത്. ഈ കേരളത്തെ ഇല്ലാതാക്കാൻ, തകർക്കാൻ ഈ വർഗീയവാദികൾക്കെതിരായി നമുക്ക് യോജിക്കാനാവണം. ആരാണ് യോജിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. യുക്തിവാദികൾ പറയുന്നത് പോലെ ഏതാനും ആളുകളല്ല, മുഴുവൻ മനുഷ്യരുമാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്നവരുൾപ്പെടെയുള്ളവർ എല്ലാവരും മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. വിശ്വാസികളാരും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് കാര്യമായ വിശ്വാസമില്ല. അവർ വിശ്വാസം ഉപയോഗിക്കുകയാണ് രാജ്യാധികാരത്തിലേക്ക് പ്രവേശിക്കാൻ. ഹിന്ദു രാജ്യമുണ്ടാക്കാം, ഇസ്ലാം രാഷ്ട്രമുണ്ടാക്കാൻ അവരതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അവർ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്, മതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയാധികാര പ്രവേശനം. അതിനാണ് ഞങ്ങൾ വിളിക്കുന്നത് വർഗീയത. അപ്പോൾ വർഗീയതക്കെതിരായ പോരാട്ടത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ ശക്തി ഏതാണ് എന്നതിന് ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. അത് വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസി സമൂഹത്തെ ചേർത്ത് വിളിച്ചുകൊണ്ട് മാത്രമേ വർഗീയതയെ തകർക്കാനാവുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ ഒരു ഉന്നം ഞങ്ങൾ ഈ ജാതിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയാണ്. കേരളത്തിലെമ്പാടുമുള്ള എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചൊരു മാനവികതയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ നമ്മുടെ വഴികാട്ടികളായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരെ സ്മരിച്ച് നമുക്ക് ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്വത്തുരാഷ്ട്രീയത്തിൻ്റെയും ഓരോ വിഭാഗമായി സംഘടിപ്പിച്ച് അവരെയെല്ലാം വർഗീയമാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ വിഭാഗത്തിൻ്റെയും എല്ലാ കുൽസിത ശ്രമങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് ഈ കേരളത്തെ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ ഉറപ്പിച്ച് നിർത്താനാവണം. അതിന് ഈ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകണമെന്നാണ് ഈ ജാഥയിൽ ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം.